വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമ്മൾ ഓൾറെഡി എന്താണ് ഇലക്ട്രോഫോറിസിസ്, അതുപോലെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇലക്ട്രോഫോറിറ്റിക് മൊബിലിറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഓരോരോ ഇലക്ട്രോഫോറിസിസ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ കാപ്പിലറി ഇലക്ട്രോഫോറിസിസ് ആണ് നോക്കുന്നത്. എന്താണ് കാപ്പിലറി ഇലക്ട്രോഫോറിസിസ്? അതൊരു ഇലക്ട്രോകൈനറ്റിക് സെപ്പറേഷൻ മെത്തേഡ് ആണ്. സബ് മില്ലിമീറ്റർ കാപ്പിലറി അല്ലെങ്കിൽ മൈക്രോ അല്ലെങ്കിൽ നാനോ ഫ്ലൂയിഡിക് ചാനൽസിലൊക്കെയാണ് അത് പെർഫോം ചെയ്യുന്നത്. ഈ ഒരു കാപ്പിലറി ഇലക്ട്രോഫോറിസിസ് മെത്തേഡിൽ അനലൈറ്റ്സ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലൂടെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അണ്ടർ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ നമ്മൾ ആദ്യം കാപ്പിലറി ഇലക്ട്രോഫോറിസിസ് എഴുതുമ്പോൾ ഇലക്ട്രോഫോറിസിസ് എന്താണെന്നൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ഇതിൽ 3 ടൈപ്സ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് വേണം കാപ്പിലറി ഇലക്ട്രോഫോറിസിസ് എഴുതി തുടങ്ങാൻ. അപ്പോൾ അതിൽ പറയുക അതൊരു ഇലക്ട്രോ കൈനറ്റിക് സെപ്പറേഷൻ മെത്തേഡാണ്. അത് പെർഫോം ചെയ്യുന്നത് ഒന്നെങ്കിൽ സബ് മില്ലിമീറ്റർ കാപ്പിലറി, മൈക്രോ അല്ലെങ്കിൽ നാനോ ഫ്ലൂയിഡിക് ചാനൽസിലാണ്. ഈ ഒരു മെത്തേഡിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിൽ എന്ത് ചെയ്യും, അനലൈറ്റ്സ് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ അനലൈറ്റ്സിനെ നമുക്ക് അയോണിക് മൊബിലിറ്റീൻ്റെ ബേസിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സെപ്പറേഷനെ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ വോൾട്ടേജ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇലക്ട്രോ ഓസ്മോട്ടിക് ഫ്ലോ ജനറേറ്റ് ചെയ്യും, അതുപോലെ ഇലക്ട്രോ ഫോറിറ്റിക് ഫ്ലോയും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ്, ഈ ഒരു കാപ്പിലറി ഇലക്ട്രോഫോറിസിസ് മെത്തേഡിൽ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിൽ അനലൈറ്റ്സ് മൈഗ്രേറ്റ് ചെയ്യും. ആ അനലൈറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അയണിക് മൊബിലിറ്റീനെ ബേസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ സെപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് ആണ്. അതെന്ത് ജനറേറ്റ് ചെയ്യും? ഇലക്ട്രോ ഓസ്മോട്ടിക് ഫ്ലോ അല്ലെങ്കിൽ ഇലക്ട്രോ ഫോറിറ്റിക് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാപ്പിലറി ഇലക്ട്രോഫോറിസിസ് എന്ന് പറയുന്നത് ഒരു അനലിറ്റിക്കൽ ടെക്നിക്കാണ്. അത് അയൺസിനെ സെപ്പറേറ്റ് ചെയ്യും ഇലക്ട്രോ ഫോറിറ്റിക് മൊബിലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മളൊരു അപ്ലൈഡ് വോൾട്ടേജിനെ യൂസ് ചെയ്തിട്ട് ഇലക്ട്രോ ഫോറിറ്റിക് മൊബിലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് അയൺസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോഫോറിറ്റിക് മൊബിലിറ്റി ഡിപ്പെൻഡ് ഓൺ ചാർജ് ഓഫ് മോളിക്യൂൾ. ഇലക്ട്രോഫോറിറ്റിക് മൊബിലിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മോളിക്യൂളിൻ്റെ ചാർജിനെ, അതുപോലെ മീഡിയത്തിൻ്റെ വിസ്കോസിറ്റീനെ, ആറ്റോമിക് റേഡിയസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇലക്ട്രോഫോറിറ്റിക് മൊബിലിറ്റി. The rate at which particle move is directly proportional to applied electric field. അതായത് ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിനോട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ ന്യൂട്രൽ സ്പീഷീസ് എഫക്റ്റ് ചെയ്യില്ല, അയേൺസ് മാത്രമാണ് ഇവിടെ എഫക്റ്റ് ആവുന്നുള്ളൂ. ഇപ്പോൾ 2 അയേൺസിനും സെയിം സൈസ് ആണെങ്കിൽ ഏതിനാണോ കൂടുതൽ ചാർജ് ഉള്ളത് അതായിരിക്കും വേഗം മൂവ് ചെയ്യുക. ഇപ്പോൾ 2 അയോൺസിനും സെയിം ചാർജ് ആണെങ്കിൽ സ്മോളർ പാർട്ടിക്കിളിന് ലെസ് ഫ്രിക്ഷൻ ആയിരിക്കും. സോ അതിനായിരിക്കും മൈഗ്രേഷൻ റേറ്റ് കൂടുതൽ ഉണ്ടാവുക. നമ്മൾ എന്താ പറഞ്ഞ, ന്യൂട്രൽ സ്പീഷീസ് അവിടെ എഫക്റ്റഡ് ആവുന്നില്ല, അയേൺസ് ആണ് എഫക്റ്റ് ചെയ്യുക. ഇപ്പോൾ 2 അയേൺസിന് സെയിം സൈസ് ആണെങ്കിൽ കൂടുതൽ ചാർജ് ഉള്ള അയൺ ആയിരിക്കും പെട്ടെന്ന് മൂവ് ചെയ്യുക. 2 അയേൺസിനും സെയിം ചാർജ് ആണെങ്കിൽ കുറവ് സൈസുള്ള പാർട്ടിക്കിൾ ആയിരിക്കും പെട്ടെന്ന് മൂവ് ചെയ്യുക. ഇനി അപ്ലിക്കേഷൻസ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്രീഡോമിനൻ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അത് ഫാസ്റ്റ് റിസൾട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും, അതുപോലെ ഹൈ റെസൊല്യൂഷൻ സെപ്പറേഷനും പ്രൊവൈഡ് ചെയ്യും. ഇതൊരു യൂസ്ഫുൾ ടെക്നിക്കാണ് കാരണം ഇത് വൈഡ് റേഞ്ച് ഓഫ് ഡിറ്റക്ഷൻ മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഇതാണ് ഫിഗർ വരുന്നത്. ഓക്കെ, ഇൻലെറ്റ് ഇലക്ട്രോലൈറ്റ് റിസർവോയറും ഉണ്ട്, ഔട്ട്ലെറ്റ് ഇലക്ട്രോലൈറ്റ് റിസർവോയറും ഉണ്ട്. പിന്നെ ഒരു ആനോഡും അതുപോലെ ഒരു കാഥോഡും പ്രസൻ്റ് ആണ്. ഇത് രണ്ടിനും കണക്ട് ചെയ്തുകൊണ്ടൊരു ഫ്യൂസ്ഡ് സിലിക്ക കാപ്പിലറി പ്രസൻ്റ് ആണ്. ഇവിടെ അനലൈറ്റ് സാമ്പിളിൻ്റെ പ്ലഗ് ഉണ്ട്, പ്ലഗ് ഫോം ചെയ്തത് കാണിക്കുക. ഇവിടെ ഒരു ലേസറും ഇവിടെ നമുക്ക് ഡിറ്റക്ടറും കാര്യങ്ങളുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാപ്പിലറി ഇലക്ട്രോഫോറിസിസിന് വരയ്ക്കേണ്ട ഫിഗർ. അടുത്തത് അതിൻ്റെ തിയറിയാണ്. തിയറിയിൽ നമുക്ക് പറയാനുള്ളത് ഇലക്ട്രോഫോറിറ്റിക് ഫ്ലോയും ഉണ്ട്, ഇലക്ട്രോ ഓസ്മോട്ടിക് ഫ്ലോയും ഉണ്ട്. ഇലക്ട്രോഫോറിറ്റിക് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു പ്രോസസ്സാണ്. അവിടെ എന്താണ്, നമ്മൾ അപ്ലൈഡ് വോൾട്ടേജിൻ്റെ ഇൻഫ്ലുവൻസിൽ സാമ്പിൾ അയോൺസ് മൂവ് ചെയ്യും. അപ്ലൈഡ് വോൾട്ടേജിൻ്റെ ഇൻഫ്ലുവൻസിൽ സാമ്പിൾ അയോൺസ് മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോഫോറിറ്റിക് ഫ്ലോ എന്ന് പറയുന്നത്. ഈ അയോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഫോറിറ്റിക് മൊബിലിറ്റി ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ്. ഓക്കെ, ഇലക്ട്രോഫോറിറ്റിക് മൊബിലിറ്റിയും ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്തും നമ്മൾ എന്താണ് അതിൻ്റെ പ്രൊഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കും ഈ അയൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫ്ലോ ഓഫ് അയൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും?
ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസിനോട് ടുവേർഡ്സ് ആയിരിക്കും നമ്മുടെ അയൺസ് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റീൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ കൊടുക്കുന്നുണ്ട്. μ(EP) = Q/6 η/μr. ഓക്കെ, അതുപോലെ VEPF = μEP × E. അതിൽ μEP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി, Q ചാർജ് ഓൺ ദ അയൺ, ഈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി ഓഫ് ദ മീഡിയം, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ പാർട്ടിക്കിൾ, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. ഓക്കെ, ഇനി ഇതാണ് ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി. അടുത്തത് ഇലക്ട്രോ ഓസ്മോട്ടിക് ഫ്ലോ ആണ്. ഇലക്ട്രോ ഓസ്മോട്ടിക് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് ഓസ്മോസിസ് ആണ്. അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിലാണ് നടക്കുന്നത്. പിന്നെ ഇതിന് നമുക്ക് VEPF ആണ്. അവിടെ നമ്മൾ VEOFും ഇവിടെ VEPFും ആണ്. അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് VEOF + VEPF കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ഇക്വേഷൻ മിസ്സിംഗ് ആണ്. ഞാനത് നോട്ട്സ് പിൻ ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഒരു ഇക്വേഷൻ അവിടെ ഓൾറെഡി നമ്മൾ VEPFൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ VEOFൻ്റെ ഇക്വേഷൻ നമുക്കുണ്ട്. അത് ജസ്റ്റ് ഞാൻ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ കറക്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ അയൺ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുന്നതാണ് ടോട്ടൽ അയൺ വെലോസിറ്റി. അപ്പോൾ തിയറീൻ്റെ പോർഷനിൽ നോട്ടിൽ നോക്കിയാൽ മതി. ഇതേ സെയിം പോലെ തന്നെയാണ് ഇക്വേഷൻ വരുന്നത്, മാറ്റങ്ങളൊന്നും അധികം ഇല്ല. അപ്പോൾ ആ ഒരു ഇക്വേഷൻ്റെ പോർഷൻ കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുക്കാം. അടുത്തത് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. കാപ്പിലറി ഇലക്ട്രോഫോറസിസിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബഫർ സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബഫറാണ് സോഡിയം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. അത് pHനെ മെയിൻറ്റെയിൻ ചെയ്ത് അയൺ മൈഗ്രേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് ഹൈ വോൾട്ടേജ് പവർ സപ്ലൈ ഉണ്ട്. 5 to 30 kV ആണ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ സെപ്പറേഷൻ ആവശ്യമുള്ള ഇലക്ട്രിക് ഫീൽഡ് അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് സാമ്പിൾ ഇൻട്രൊഡക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആണ്. രണ്ട് മെയിൻ ടൈപ്പാണുള്ളത്. ഒന്ന് ഹൈഡ്രോ ഡൈനാമിക് ഇഞ്ചക്ഷനും ഉണ്ട്, ഇലക്ട്രോ കൈനറ്റിക് ഇഞ്ചക്ഷനും ഉണ്ട്. ഹൈഡ്രോ ഡൈനാമിക് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രഷർ അല്ലെങ്കിൽ വാക്വം അല്ലെങ്കിൽ ഗ്രാവിറ്റി അത് അപ്ലൈ ചെയ്യുമ്പോഴാണ്. ഇലക്ട്രോ കൈനറ്റിക് ഇഞ്ചക്ഷൻ ബൈ അപ്ലൈയിങ് വോൾട്ടേജ്. പിന്നെ കാപ്പിലറി ട്യൂബ് ഉണ്ട്. ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ 10 to 100 മൈക്രോമീറ്റർ ആണ്. ലെങ്ത് 20 to 100 സെൻറ്റിമീറ്റർ ആണ്. യൂഷ്വലി ഫ്യൂസ്ഡ് സിലിക്ക കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത ഡിറ്റക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റഡ് കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യും ആസ് ദേ മൈഗ്രേറ്റ് പാസ്റ്റ് എ ഫിക്സ്ഡ് പോയിന്റ്. ഡിറ്റക്ടറൊക്കെ എന്താ നമുക്കറിയാലോ. പിന്നെ ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. അതായത് സിഗ്നൽസിനെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഗ്രാഫോ അല്ലെങ്കിൽ ഡാറ്റ ആയിട്ട് തരുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസ്. അടുത്തതിൽ യൂസ് ചെയ്യുന്ന ഡിറ്റക്ടേഴ്സ് ആണ്. ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഗ്യാസ് ക്രോമാറ്റോഗ്രഫിയിലും അതുപോലെ HPLCയിലൊക്കെ യൂസ് ചെയ്യുന്ന ഡിറ്റക്ടേഴ്സ് തന്നെയാണ് നമ്മൾ കാപ്പിലറി ഇലക്ട്രോഫോറസിസിൽ യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് UV ഡിറ്റക്ടർ ആണ്. അത് തന്നെ വേരിയസ് ടൈപ്പ് അവൈലബിൾ ആണ്. ഓക്കെ, ഫസ്റ്റ് UV അല്ലെങ്കിൽ വിസിബിൾ ഡിറ്റക്ടർ നമ്മൾ UVയിൽ പഠിച്ചില്ലേ, സെയിം ഡിറ്റക്ടേഴ്സ്. അതായത് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബൊക്കെ നമ്മൾ കാപ്പിലറി ഇലക്ട്രോഫോറസിസിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ തന്നെ സെയിം പഠിച്ചാൽ മതി. അതാണ് UV ഓർ വിസിബിൾ ഡിറ്റക്ടർ. പിന്നെ ഫ്ലൂറസെൻസ് ഡിറ്റക്ടർ ഉണ്ട്, ലേസർ ഇൻഡ്യൂസ്ഡ് ഫ്ലൂറസെൻസ് ഡിറ്റക്ടർ ഉണ്ട്, കണ്ടക്ടിവിറ്റി ഡിറ്റക്ടർ ഉണ്ട്, ഇലക്ട്രോ കെമിക്കൽ ഡിറ്റക്ടർ, സ്ട്രക്ചർ സ്പെസിഫിക് ഡിറ്റക്ടർ. ഇതൊക്കെയാണ് അതിലുള്ളത്. ഇത്രയാണ് ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തത് മോഡ്സ് ഓഫ് കാപ്പിലറി ഇലക്ട്രോഫോറസിസ്. കാപ്പിലറി ഇലക്ട്രോഫോറസിസിന് 10 മോഡ്സ് ആണുള്ളത്. ഒന്ന് കാപ്പിലറി സോൺ ഇലക്ട്രോഫോറസിസ്, കാപ്പിലറി ജെൽ ഇലക്ട്രോഫോറസിസ്, കാപ്പിലറി ഐസോ ഇലക്ട്രിക് ഫോക്കസിംഗ്, കാപ്പിലറി ഐസോ ടാക്കോഫോറസിസ്, നോൺ എക്വസ് കാപ്പിലറി ഇലക്ട്രോഫോറസിസ്, മീസെല്ലാർ ഇലക്ട്രോ കൈനറ്റിക് ക്രോമാറ്റോഗ്രഫി, അഫിനിറ്റി കാപ്പിലറി ഇലക്ട്രോഫോറസിസ്, ഇമ്മ്യൂണോ അഫിനിറ്റി കാപ്പിലറി ഇലക്ട്രോഫോറസിസ്, നാനോ കാപ്പിലറി ഇലക്ട്രോഫോറസിസ്, മൈക്രോ ഫ്ലൂയിഡിക് കാപ്പിലറി ഇലക്ട്രോഫോറസിസ്. ഇതിന് നമുക്ക് ഒരു 3 എണ്ണമൊക്കെ വെച്ച് പഠിക്കാം. മോഡ്സ് അധികം അങ്ങനെ ചോദിക്കാറൊന്നുമില്ല, പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്കൊരു പോയിൻ്റായിട്ട് പഠിച്ചേക്കാം. കാപ്പിലറി സോൺ ഇലക്ട്രോഫോറസിസ്, ഇതിൽ അനലൈറ്റ്സ് എന്ത് ചെയ്യാണ്, EOF ആണ് മൂവ് ചെയ്യുക. പക്ഷേ സെപ്പറേറ്റഡ് ഇൻ ടു ബാൻഡ്സ് ബിക്കോസ് ഓഫ് ഡിഫറൻസ്. ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റിയിലെ ഡിഫറൻസ് കാരണം അത് ബാൻഡ്സ് ആയിട്ട് സെപ്പറേറ്റ് ആവുന്നുണ്ട്. ഈ ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റിയിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അനലൈറ്റ്സിനെ എന്ത് ചെയ്യും, മൈഗ്രേഷണൽ വെലോസിറ്റി ഡിഫറെൻ്റ് ആക്കുന്നുണ്ട്. ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റിയിലുള്ള ഡിഫറൻസ് കാരണമാണ് ഓരോ അനലിറ്റിക്സിനും മൈഗ്രേഷൻ വെലോസിറ്റി ഡിഫർ ചെയ്യുന്നത്. ഈ മൈഗ്രേഷൻ വെലോസിറ്റിയിലുള്ള ഡിഫറൻസ് ആണ് ഈക്വൽ ടു സെപ്പറേഷൻ. ഇതാണ് ജസ്റ്റ് അതിൻ്റെ ഫിഗർ പറയുന്നത്. ഇതാണ് കാപ്പിലറി സോൺ ഇലക്ട്രോഫോറസിസ്. അടുത്തത് കാപ്പിലറി ജെൽ ഇലക്ട്രോഫോറസിസ്.
It is an adaptation of traditional gel electrophoresis into capillary format. Traditional gel electrophoresis capillary format ലോട്ട് മാറ്റിയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ മെത്തേഡാണ് കാപ്പിലറി ജെൽ ഇലക്ട്രോഫോറിസിസ്. അവിടെ സൊല്യൂട്ട് സൈസിൻ്റെ ഡിഫറൻസിൻ്റെ ബേസിസിലാണ്, അതായത് ഒരു പാർട്ടിക്കിൾ ജെൽ ഫിൽഡ് കാപ്പിലറിയിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് സൊല്യൂട്ട് സൈസിൽ വരുന്ന ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ സെപ്പറേഷൻ നടക്കുന്നത്. ഇവിടുത്തെ ജെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്കുലർ സീവായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ സ്മോൾ മോളിക്യൂൾസ് ഒക്കെ അതിലൂടെ പെട്ടെന്ന് പാസ് ചെയ്യും, പക്ഷെ ലാർജർ മോളിക്യൂൾസ് മെല്ലെയാണ് പാസ് ചെയ്യുള്ളൂ. ഓക്കെ, ഈ ജെല്ല് എന്തും പ്രിവെൻറ്റ് ചെയ്യും? കാപ്പിലറി വാൾ ആയിട്ടുള്ള സൊല്യൂട്ടിൻ്റെ ഇൻട്രാക്ഷൻ പ്രിവെൻറ്റ് ചെയ്തിട്ട് അവിടെ സെപ്പറേഷൻ എൻഹാൻസ് ചെയ്യും, റെസൊല്യൂഷൻ ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ കാപ്പിലറി ജെൽ ഇലക്ട്രോഫോറിസിസ് എന്ന് പറയുമ്പോൾ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു അഡാപ്റ്റേഷൻ ഓഫ് ട്രഡീഷണൽ ജെൽ ഇലക്ട്രോഫോറിസിസ് ഇൻ ടു കാപ്പിലറി ഫോർമാറ്റ്. പിന്നെ ഇത് അനലൈറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് സൊല്യൂട്ട് സൈസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരു പാർട്ടിക്കിൾ ജെൽ ഫിൽഡ് കാപ്പിലറിയിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ സൊല്യൂട്ട് സൈസിൽ വരുന്ന ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ സെപ്പറേഷൻ നടക്കുന്നത്. ഈ ജെല്ല് ഒരു മോളിക്കുലർ സീവായിട്ട് ആക്ട് ചെയ്തിട്ട് സ്മോളർ മോളിക്യൂൾസിനെ അതിലൂടെ പാസ് ചെയ്യും, വേഗത്തിൽ പാസ് ചെയ്യിപ്പിക്കും. ലാർജർ മോളിക്യൂൾസോ സ്ലോ ആയിട്ടാണ് പാസ് ചെയ്യുക. അതുപോലെ ഈ ജെല്ല് എന്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അത് സൊല്യൂട്ട് കാപ്പിലറി വാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്ത് സെപ്പറേഷൻ കൂട്ടി റെസൊല്യൂഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് കാപ്പിലറി ഐസോ ഇലക്ട്രിക് ഫോക്കസിങ്. ഇത് നമ്മൾ പെപ്റ്റൈഡ്സിൻ്റെ പ്രോട്ടീൻസിൻ്റെ ഒക്കെ സെപ്പറേഷനിലാണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഈ മോളിക്യൂൾസിന് നമുക്ക് സ്വിറ്ററൈനിക് കോമ്പൗണ്ട്സ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അതായത് അതിന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉണ്ട്. സോ നമ്മളതിനെ സ്വിറ്ററൈനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഓരോ മോളിക്യൂളിനും എന്തായിരിക്കും? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഐസോ ഇലക്ട്രിക് പോയിന്റ് ഉണ്ട്. അതിനാണ് PI എന്ന് പറയാം. ദ pH at which molecule ഹാസ് നോ നെറ്റ് ചാർജ്. PHൽ എന്തില്ല? ആ മോളിക്യൂളിന് ചാർജ് ഇല്ല. ഇപ്പോൾ ബഫർ PH എന്ന് പറയുന്നത് ഐസോ ഇലക്ട്രിക് പോയിന്റിനോട് ഈക്വൽ ആണെങ്കിൽ ആ മോളിക്യൂൾ ന്യൂട്രലായിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ മോളിക്യൂൾസ് എന്ത് ചെയ്യും? അതിൻ്റെ ഇൻഡിവിജ്വൽ ഐസോ ഇലക്ട്രിക് പോയിന്റ്സിനെ ഫോക്കസ് ചെയ്യും. അങ്ങനെ ഹൈ റെസൊല്യൂഷൻ സെപ്പറേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇതാണ് കാപ്പിലറി ഐസോ ഇലക്ട്രിക് ഫോക്കസിങ്. അടുത്തത് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. കാപ്പിലറി ഇലക്ട്രോഫോറിസിസിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ജനറ്റിക് അനാലിസിസിന് യൂസ് ചെയ്യും, അതായത് DNA സീക്വൻസിങ്, മ്യൂട്ടേഷൻ ഡിറ്റക്ഷൻ, ഫോറൻസിക് DNA പ്രൊഫൈലിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട് വിത്ത് കൈറൽ സെൻറ്റർ, ദെൻ അനാൻഷ്യോമേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി കൺട്രോളിലും ഡ്രഗ് ഡെവലപ്മെൻറ്റിലും യൂസ് ചെയ്യും. പിന്നെ കൗണ്ടർ അയോൺ അനാലിസിസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അസോസിയേറ്റഡ് അയോൺസിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോട്ടീൻ ക്യാരക്ടറൈസേഷൻ വേണ്ടിയിട്ട്, പിന്നെ ഐസോ ഇലക്ട്രിക് പോയിന്റിനെ ഡിറ്റർമിൻ ചെയ്യാൻ, മോളിക്കുലർ വെയിറ്റ്, പ്യൂരിറ്റീനൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോട്ടീൻ വാരിയൻറ്റിനെയും ഐസോഫോമിനെയും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അത് HPLCക്ക് ഒരു പുതിയ ആൾട്ടർനേറ്റീവ് ആണ്. പിന്നെ ഈസിയാണ്, പ്രെഡിക്റ്റബിൾ ആണ്. സെലക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിനെയും സൈസിനെയും ബേസ് ചെയ്തിട്ടാണുള്ളത്. സെപ്പറേഷൻ എഫിഷ്യൻസി കൂടുതലായിരിക്കും. വെരി സ്മോൾ സാമ്പിൾ വോളിയം നമുക്ക് ആവശ്യമുള്ളൂ. പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാസ് സ്പെക്ട്രോമെട്രിനോട് ഈസിലി നമുക്ക് കപ്പിൾ ചെയ്തിട്ട് സ്ട്രക്ചറൽ അനാലിസിസ് ഒക്കെ ചെയ്യാൻ ഈസിയാണ്. അടുത്തത് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്താണ്? വെരി സ്മോൾ സാമ്പിൾ ഔട്ട്പുട്ട് ആയിരിക്കും. പിന്നെ ലോ കോൺസെൻട്രേഷൻ സാമ്പിൾസിലും അതുപോലെ ലാർജ് വോളിയം സാമ്പിൾസിലൊക്കെ അനലൈസ് ചെയ്യാൻ ഡിഫിക്കൾട്ട് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാപ്പിലറി ഇലക്ട്രോഫോറിസിസ് ആണ് പഠിച്ചത്. എന്താണ് കാപ്പിലറി ഇലക്ട്രോഫോറിസിസ്, അതിൻ്റെ തിയറി, ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ചു. അതിൽ യൂസ് ചെയ്യുന്ന ഡിറ്റക്ടേഴ്സും മോഡ്സ് ഓഫ് കാപ്പിലറി ഇലക്ട്രോഫോറിസിസും അതുപോലെ തന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസും. ഇത്രയാണ് നമ്മൾ കാപ്പിലറി ഇലക്ട്രോഫോറിസിസിൽ പഠിച്ചത്. ഇനി നമുക്ക് ജെൽ, അതുപോലെ പേപ്പർ ഇലക്ട്രോഫോറിസിസ്, മൂവിങ് ബൗണ്ടറി ഇലക്ട്രോഫോറിസിസ് ഒക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് എടുക്കാം. BPharmൻ്റെ മലയാളം ഈസി നോട്ട്സിനായിട്ട് നമ്മൾ ചാനൽ കയറി നോക്കുക. അതിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെക്ക് ചെയ്യുക. അതിൻ്റെയൊക്കെ നോട്ട്സ് അതിൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. Until then, happy learning.